എവർഗ്രീൻ ഹീറോ. ഓരോ സീനിനായും അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സൂര്യ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് വേറെ ആരെയുമല്ല, നമ്മുടെ ജയറാമേട്ടനെയാണ്. നടിപ്പിൻ നായകൻ സൂര്യയുടെ ശക്തമായ തിരിച്ചുവരവ് സമ്മാനിക്കുന്ന ചിത്രമാകും റെട്രോ എന്നാണ് ആരാധകരെ പോലെയും നമ്മളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. കങ്കുവയുടെ പരാജയത്തിന്റെ ക്ഷീണം റെട്രോയിൽ നടിപ്പിൻ നായകൻ തീർക്കും എന്ന് തന്നെയാണ് ആരാധകരെ പോലെ തന്നെ നമ്മളും വിലയിരുത്തുന്നത്. സംവിധായകൻ അൽഫോൺസ് പുത്രനാണ് റെട്രോയുടെ ട്രെയിലർ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സൂര്യയോടൊപ്പം മലയാളി താരങ്ങളായ ജോജു ജോർജും ജയറാമും സുജിത് ശങ്കർ, സ്വാസിക എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഓഡിയോ ട്രെയിലർ ലോഞ്ചും ചെന്നൈയിൽ വെച്ച് നടന്നിരുന്നു. ചടങ്ങിൽ നടൻ ജയറാമിനൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം സൂര്യ പങ്കുവച്ചിരുന്നു. റെട്രോ ഒരു കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കടന്നു വന്ന ഒരു കാലത്തെ കുറിച്ച്. ഞാൻ സിനിമയിൽ എത്തിയിട്ട് 28 വർഷമായി. ഈ കാലം എനിക്ക് മറക്കാൻ കഴിയില്ല. മനോഹരമായ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. 4 മാസമായിരുന്നു റെട്രോയുടെ ഷൂട്ടിംഗ്. അതെനിക്ക് മറക്കാനാകില്ല. അത്രയും അധികം സന്തോഷമുള്ള നാളുകളായിരുന്നു അത്. ജയറാം സാറിനെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ജയറാം സാറൊക്കെ ഒരു ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടിയെ പോലെ ഇപ്പോഴും ഓരോ സീനും ഇംപ്രൂവ് ചെയ്യാനായി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഇത്രയും വർഷങ്ങളായി അദ്ദേഹത്തെ എവർഗ്രീൻ ഹീറോ എന്നാണ് ആളുകൾ വിളിക്കുന്നത്. എന്നാൽ അതൊന്നും നോക്കാതെ ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം അത്രയ്ക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊപ്പം ചെലവഴിക്കാൻ പറ്റുന്നത് തന്നെ സന്തോഷമാണ്, സൂര്യ പറഞ്ഞു. മെയ് 1 റെട്രോ റിലീസ് ചെയ്യുന്നത്. നിങ്ങളിൽ എത്ര പേർ കാത്തിരിക്കുന്നുണ്ട് സൂര്യയുടെ തിരിച്ചുവരവിനായി? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താൻ മറന്നു പോകണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ bye bye. Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.